വൻ അടിക്ക് ശേഷം ബിഗ് ബോസ് ശാന്തമായ അന്തരീക്ഷത്തിലാണിപ്പോൾ. എല്ലാവരും പൊട്ടിക്കരയുന്നുണ്ട്. അനു അപ്പാനിശ്വരത്തിൻ്റെ കാലെ പിടിച്ച് മാപ്പ് ചോദിക്കുന്നുണ്ട്. അനു പൊട്ടിക്കരയുമ്പോൾ അനുവിന് ചോദിക്കുന്നുണ്ട്, അനു എന്താണ്, ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതേ ഉള്ളൂ, എൻ്റെ മനസ്സ് മൊത്തം എന്ന് പറഞ്ഞാൽ പൊട്ടിക്കരയുന്ന അനുവിനെയാണ് കാണാൻ പറ്റുന്നത്. അനു പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, അനു പലപ്പോഴും പൊട്ടിക്കരയുന്ന അനുവിനെയാണ് കണ്ടേക്കുന്നത്. പക്ഷേ 2 ദിവസമായിട്ട് അനു ഭയങ്കര സ്ട്രോങ് ആണ്. അതുപോലെ അക്ബറിൻ്റെ വായിൽ നാക്ക് പലപ്പോഴും അക്ബറിന് വിനയാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പ്രാവശ്യവും അങ്ങനെ തന്നെ നടക്കുന്നുണ്ട്. നല്ലൊരു സ്ട്രോങ് പ്ലെയറാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, അക്ബർ വേണ്ട രീതി കളിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അതുപോലെ അപ്പാനി ശരത്ത് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ബെൻഫിയുടെ കാര്യം അപ്പാനി എടുത്ത് പറഞ്ഞത് ഒട്ടും ശരിയായില്ല എന്ന് ആദിലയും നോറയൊക്കെ അനുവിനെ പറഞ്ഞ് ഗുണദോഷിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞ് കാല് പിടിച്ച് മാപ്പ് ചോദിക്കുന്ന അനുവിനെ കാണാൻ പറ്റുന്നത് വളരെ നല്ല കാര്യം. അവിടുന്ന് പുറത്തായ ഒരു മത്സരാർത്ഥി താൻ മൂലമാണ് പുറത്തായത് എന്ന് അനു അപ്പാനിയോട് ഈ വഴക്കിനിടയിൽ പറയുന്നുണ്ട്. അത് മോശപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ ഇല്ലാത്തൊരു വ്യക്തിയെപ്പറ്റി ഒരു കാരണവശാലും പറയാൻ പാടില്ലായിരുന്നു. അത് മനസ്സിലാക്കി അനു ഏതായാലും മാപ്പ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ മാനസികമായ സംഘർഷങ്ങളുടെ ഇടയിൽ തന്നെയാണ് അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയൊരു ഗെയിം ഷോയാണ്, എന്താ അവർക്ക് അങ്ങനെ കളിച്ചാലേ ഇങ്ങനെ കളിച്ചാൽ എന്നൊക്കെ തോന്നും. പക്ഷേ പല പ്രശ്നങ്ങളുണ്ട്, അവർ അലട്ടുന്ന പല പ്രശ്നങ്ങളുണ്ട്. അവർ നേരത്തെ ഉറപ്പിച്ച ഗെയിമുകളൊന്നും അവിടെ കളിക്കാൻ പറ്റില്ല. ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഗെയിം മാറിക്കൊണ്ടിരിക്കും. അതാണ്, അവർ പുറത്തെ കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. അവർ അന്നേരം കാണുന്ന, അവർ നേരിടേണ്ട പ്രശ്നങ്ങളാണ് അവർ പലപ്പോഴും നടത്തുന്നത്. അപ്പോൾ നമ്മൾ വിമർശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് നിന്ന് കാണുമ്പോൾ വിമർശിക്കാൻ നമുക്കും സ്വാതന്ത്ര്യമുണ്ട്. അതുതന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം.